പ്രതീക്ഷ, അതായിരുന്നു കീർത്തന വളർന്ന അനാഥാലയത്തിൻ്റെ പേര്. ഓരോ വൈകുന്നേരവും 4:30 മണിക്ക് ക്ലാസ് വിട്ടുള്ള മണിമുഴക്കം കേൾക്കുമ്പോൾ കീർത്തന ഓടി കിഴക്കുവശത്തുള്ള കോമൺ റൂമിലെത്തും. അവിടുത്തെ പാളികൾ ദ്രവിച്ചു തുടങ്ങിയ മരത്തിൻ്റെയായിരുന്നു. അവൾ അവിടെ സ്ഥാനം പിടിക്കും. ആ ജനലിന് പുറത്ത് റോഡിനപ്പുറം മഞ്ഞ നിറം പൂശിയ ഒരു ചെറിയ വീടുണ്ട്. ആ വീടിൻ്റെ മുറ്റത്ത് 4 മണിച്ചായയുടെ ആവി പറക്കുന്ന കപ്പുകളുമായി ഒരു അച്ഛനും അമ്മയും അവരുടെ മകളും. അച്ഛൻ പറയുന്ന തമാശ കേട്ട് അമ്മ വാവപ്പൊത്തിച്ചിരിക്കും. മകളുടെ നെറുകയിൽ തലോടും. ചിലപ്പോൾ അച്ഛൻ പത്രത്തിൽ നിന്ന് എന്തോ വായിച്ചു കേൾപ്പിക്കും. ആ കാഴ്ച കീർത്തനയ്ക്ക് ഒരേ സമയം മധുരവും മുറിവുമായിരുന്നു. അവർ അകത്തേക്ക് പോയി കഴിയുമ്പോൾ കീർത്തന തൻ്റെ കിടക്കയിൽ ഒളിപ്പിച്ചു വെച്ച ചെറിയ തകരപ്പെട്ടി പുറത്തെടുക്കും. അത് തുറക്കുമ്പോൾ ഒരു പഴയ ഗന്ധം മുറിയിൽ നിറയും. അതിനുള്ളിൽ ആകെയുള്ള സമ്പാദ്യം ഒരു പഴയ വനിതാ മാഗസിൻ നിന്ന് വെട്ടിയെടുത്ത ഒരു കുടുംബചിത്രമാണ്. ഒരു പരസ്യചിത്രം. ചിരിക്കുന്ന ഒരു അച്ഛൻ, സ്നേഹത്തോടെ അദ്ദേഹത്തെ നോക്കുന്ന ഒരമ്മ, അവരുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞ്. പൊടിയും ഈർപ്പവും തട്ടാതിരിക്കാൻ അവളത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ആ ചിത്രത്തിലെ അമ്മയുടെ മുഖത്ത് അവൾ വിരലോടിക്കും. അമ്മ എന്ന് ശബ്ദമില്ലാതെ വിളിക്കും. അച്ഛ എന്ന് പതിയെ മൊഴിയും. അവൾക്ക് പണമോ സുഖസൗകര്യങ്ങളോ വില കൂടിയ ഉടുപ്പുകളോ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. സ്വന്തം എന്ന് നെഞ്ചിൽ ചേർത്ത് വിളിക്കാൻ, മോളെ എന്ന് സ്നേഹത്തോടെയോ ദേഷ്യത്തോടെയോ ഒന്ന് കേൾക്കാൻ, വഴക്കു പറയാനെങ്കിലും അവകാശമുള്ള ചിലരെയായിരുന്നു. ആ അനാഥാലയത്തിൻ്റെ തണുത്ത മതിലുകൾക്കുള്ളിൽ തനിച്ചായിരിക്കുമ്പോൾ അവൾ സ്വപ്നം കണ്ട ഒരേ ഒരു കാര്യം വേരുകളുള്ള ഒരു ജീവിതമായിരുന്നു. 20-ാം വയസ്സിൽ ആ ആലോചന വന്നപ്പോൾ മദർ സുപ്പീരിയർ അവളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. കീർത്തന, നിനക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ ഗൾഫിലാണ്. പേര് രഞ്ജിത്ത്. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അനാഥാലയത്തിൽ വെച്ചുള്ള പെണ്ണുകാണൽ ചടങ്ങ് വളരെ പെട്ടെന്നായിരുന്നു. രഞ്ജിത്തും അമ്മ മിനിയും പെങ്ങൾ രേഖയും. മിനി അവളെ അടിമുടി നോക്കി. ആ നോട്ടത്തിൽ സ്നേഹത്തേക്കാൾ കൂടുതൽ ഒരു തരം കണക്കുകൂട്ടലായിരുന്നു. രഞ്ജിത്ത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു. അവൻ നാണത്തോടെ അവളെ നോക്കി ചിരിച്ചു. അവർ പോയ ശേഷം മദർ സുപ്പീരിയർ പറഞ്ഞു, കീർത്തന, നിനക്ക് കിട്ടിയ ഭാഗ്യമാണ്. പയ്യനെ നിന്നെ ഇഷ്ടമായി. അനാഥയാണെന്നൊന്നും അവർക്ക് പ്രശ്നമില്ലത്രേ. അന്ന് രാത്രി വീട്ടിൽ വെച്ച് മിനി മകനോട് പറഞ്ഞു, നല്ല അടക്കവും ഒതുക്കവുമുള്ള കുട്ടി. നമുക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ. ചോദ്യവും പറച്ചിലും ഇല്ലാത്ത ഒരു പെണ്ണ്. സ്ത്രീധനം കൊടുക്കാൻ ആളില്ല. അതുകൊണ്ട് എന്നും ഒതുങ്ങി നിന്നോളും. നീ അയക്കുന്ന കാശ് കൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കാം. രേഖയുടെ വീട് പണിയും നടത്താം. രഞ്ജിത്തിൻ്റെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല. ആ നിഷ്കളങ്കമായ ചിരിയും ഒന്നിനോടും പരാതിയില്ലാത്ത ആഴമുള്ള കണ്ണുകളും അവനെ വല്ലാതെ ആകർഷിച്ചു. അനാഥയാണെന്ന് ഒരു കുറവായി അവന് തോന്നിയില്ല. മറിച്ച് തനിക്ക് അവളെ കൂടുതൽ സ്നേഹിക്കാമല്ലോ എന്നാണ് അവൻ ചിന്തിച്ചത്. അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. ചുവപ്പ് സാരിയെടുത്ത് മുല്ലപ്പൂ ചൂടി അവൾ മണ്ഡപത്തിലിരിക്കുമ്പോൾ സ്വന്തം എന്ന് പറയാൻ അനാഥാലയത്തിലെ മദറും കുറച്ച് കുട്ടികളും മാത്രം. താലി കെട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. രഞ്ജിത്ത് അവളെ നോക്കി ചിരിച്ചു. വീട്ടിൽ നിലവിളക്ക് കൊടുത്ത് കയറ്റുമ്പോൾ മിനിയുടെ മുഖത്ത് കൃത്രിമമായ ഒരു ചിരിയുണ്ടായിരുന്നു. പാല് കാച്ചി കൊടുത്ത ശേഷം അടുക്കളയിലേക്ക് പാത്രം കൊണ്ടുചെന്ന കീർത്തനയോട് അവർ പറഞ്ഞു, ആരുമില്ലാത്ത നിനക്ക് ഇങ്ങനെയൊരു ജീവിതം കിട്ടിയത് എൻ്റെ മോൻ കാരണമാ. ഈ കുടുംബത്തിൻ്റെ മാനം കാക്കണം. അത് എപ്പോഴും ഓർമ്മ വേണം. അന്ന് രാത്രി മുറിയിൽ വെച്ച് കീർത്തന നിശബ്ദമായി കരയുന്നത് കണ്ട് രഞ്ജിത്ത് കാര്യം തിരക്കി. അവൾ മടിച്ചു കാര്യം പറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഞാനില്ലേ കീർത്തനെ, അമ്മ ചിലപ്പോൾ സ്നേഹം കൊണ്ട് പറയുന്നതാവും. അതൊന്നും കാര്യമാക്കേണ്ട. ഇനി ഈ വീട്ടിൽ നീ തനിച്ചല്ല. നിനക്ക് ഞാനുണ്ട്, ഈ വീടുണ്ട്. ആ വാക്കുകളായിരുന്നു അതുവരെ അവൾ കേട്ട ഏറ്റവും വലിയ ധൈര്യവും ആശ്വാസവും. രഞ്ജിത്തിന് ലീവ് കഴിഞ്ഞ് പോകാൻ ഇനിയും 3 മാസമുണ്ടായിരുന്നു. 90 ദിവസങ്ങൾ കീർത്തനയുടെ ജീവിതത്തിലെ സുവർണകാലമായിരുന്നു. അവൾ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹവും പരിഗണനയും അവൻ അവൾക്ക് നൽകി. അവൾ ഉണ്ടാക്കുന്ന ചായയ്ക്ക് ലോകത്ത് ഒരു ചായയ്ക്കുമില്ലാത്ത രുചിയാണെന്ന് രഞ്ജിത്ത് പറയും. നീ എന്താ ഇതിൽ ഇത്ര രഹസ്യമായി ചേർക്കുന്നത് എന്നവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും. സ്നേഹം, അവൾ നാണത്തോടെ മറുപടി പറയും. വൈകുന്നേരം അവളെ ബൈക്കിന് പുറകിലിരുത്തി കടൽ തീരത്ത് കൊണ്ടുപോകും. തിരമാലകൾ അവളുടെ കാലുകളെ തൊടുമ്പോൾ അവർ കുട്ടികളെപ്പോലെ ചിരിച്ചു. മണലിൽ ഇരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. അനാഥാലയത്തിലെ ഒറ്റപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ച് ആദ്യമായി അവൾ മനസ്സ് തുറന്നു. അവനെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. ഒരു ചെറിയ സ്വർണ്ണക്കമ്മൽ വാങ്ങി അണിയിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ പെണ്ണിന് എന്തു ഭംഗിയാ.
സഹോദരി രേഖ ഇടയ്ക്കിടെ വന്നു തുടങ്ങി. അവൾക്ക് ഈ അടുപ്പം അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഏട്ടൻ ഇവളെ വല്ലാതെ തലയിൽ കയറ്റുന്നുണ്ട്. അധികം സ്വാതന്ത്ര്യം കൊടുക്കണ്ട, അമ്മ അവനോട് സ്വകാര്യമായി പറഞ്ഞു. അച്ഛൻ രാജൻ മാത്രം ഒന്നിനോടും പ്രതികരിച്ചില്ല. പുകവലിക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ കീർത്തനയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും. ആ ചിരിയിൽ ഒരു നിസ്സഹായതയും എന്തോ പറയാൻ മടിക്കുന്ന പോലെയും അവൾക്ക് പലപ്പോഴും തോന്നിയിരുന്നു. കീർത്തന ആ വീടിനെ സ്നേഹിക്കാൻ തുടങ്ങി. ആ അടുക്കളയെയും മുറ്റത്തെ ചെടികളെയും, എന്തിന് മിനിയുടെ ശകാരങ്ങളെപ്പോലും അവൾ സ്നേഹിക്കാൻ ശ്രമിച്ചു. ആ മണ്ണിൽ തൻ്റെ വേരുകൾ ആഴ്ത്താൻ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഒടുവിൽ ആ ദിവസം വന്നു. രഞ്ജിത്ത് തിരികെ പോകുന്നു. എയർപോർട്ടിലേക്ക് പോകാനായി കാർ വന്നു നിൽക്കുമ്പോൾ അവൻ അവളുടെ കൈകൾ പിടിച്ചു. മുറിയിൽ വെച്ച് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. കീർത്തന, അമ്മയെയും അച്ഛനെയും നന്നായി നോക്കണം. രേഖയും, അവൾക്കൊരു കുറവും വരരുത്. അവൾ നമ്മുടെ അനിയത്തിയല്ലേ. ഞാൻ അത്രയ്ക്ക് വിശ്വസിക്കുന്നു നിന്നെ. ഞാൻ വേഗം വരാൻ നോക്കാം. കണ്ണുനീർ അടക്കി പിടിച്ച് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഏട്ടൻ പേടിക്കണ്ട, ഇത് എൻ്റെ വീടല്ലേ. ഇവരെ എൻ്റെ അച്ഛനും അമ്മയുമല്ലേ. ഞാൻ നോക്കിക്കോളാം. ഏട്ടാ, അവിടെ ചെന്നിട്ട് വിളിക്കണം. ടാക്സി കണ്ണിൽ നിന്നും മറഞ്ഞതുവരെ അവൾ ആ ഗേറ്റിനരികിൽ നിന്നു. അത് അകലേക്ക് പോകുമ്പോൾ അവളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൂടി അതോടൊപ്പം പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അന്ന് രാത്രി അത്താഴം കഴിച്ച പാത്രങ്ങൾ കഴുകി വയ്ക്കുമ്പോൾ മിനി അടുക്കളയിലേക്ക് വന്നു. അവരുടെ മുഖഭാവം മാറിയിരുന്നു. അവൻ പോയല്ലോ, ഇനി അവൻ്റെ തണലിൽ ഇരുന്ന് സുഖിക്കാമെന്ന് കരുതേണ്ട. അവൻ അയക്കുന്ന പണത്തിൻ്റെ അഹങ്കാരം ഇങ്ങോട്ടെടുക്കണ്ട. നാളെ മുതൽ വീടും മുറ്റവും വൃത്തിയാക്കുന്നത് നീയാ. അടുക്കളപ്പണിയും നിനക്ക് തന്നെ. വെറുതെ ഇരുന്ന് തിന്നാൻ ഇവിടെ പറ്റില്ല. കീർത്തന ഞെട്ടിത്തരിച്ചു നിന്നു. മിനിയുടെ ശബ്ദത്തിന് ഇത്രയും കനം വെച്ചതായി അവൾ ആദ്യമായി അറിയുകയായിരുന്നു. പിന്നീടുള്ള 2 വർഷങ്ങൾ അവൾക്ക് 2 ജീവിതങ്ങളായിരുന്നു ജീവിച്ചത്. ഒന്ന്, രാത്രികളിൽ രഞ്ജിത്തിനോട് ഫോണിൽ സംസാരിക്കുന്ന സന്തോഷവതിയായ കീർത്തന. 2, ആ വീട്ടിലെ അടുക്കളക്കാരിയായ ശമ്പളമില്ലാത്ത ജോലിക്കാരിയായ അനാഥ കീർത്തന. ദിവസം പുലർന്നത് അവൾക്ക് വേണ്ടിയായിരുന്നില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, മുറ്റമടിക്കണം, ചാണകം തെളിക്കണം, വീട് തുടയ്ക്കണം, എല്ലാവർക്കും ചായ കൊടുക്കണം. രേഖയും അവളുടെ കുട്ടികളും മിക്കവാറും ദിവസങ്ങളിൽ അവിടെ തന്നെയാവും. അവരുടെ തുണികൾ വരെ കീർത്തന കഴുകണമായിരുന്നു. മിനി സീരിയൽ കണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ അവൾ പുകയൂതി തളർന്നിട്ടുണ്ടാകും. ഫോൺ ബെല്ലടിക്കുമ്പോൾ അവൾ അടുക്കളയിൽ നിന്നോ മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ആയിരിക്കും. കൈ സാരിയിൽ തുടച്ച് കിതപ്പോടെ ഓടിച്ചെന്ന് ഫോൺ എടുക്കും. ശബ്ദത്തിലെ കരച്ചിലും തളർച്ചയും മാറ്റി അവൾ ചിരിച്ചുകൊണ്ട് പറയും, ഏട്ടാ, സുഖമാണോ? ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. അമ്മയ്ക്ക് പ്രഷറിൻ്റെ മരുന്ന് വാങ്ങണ്ടേ? രേഖയുടെ വീട് പണി തുടങ്ങി. അതിന് കുറച്ച് കാശ് വേണമെന്ന് അമ്മ പറഞ്ഞു. അവൾ സ്വന്തമായി ഒരു ചുരിദാർ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. മിനിയും രേഖയും ആവശ്യപ്പെട്ട കാശിൻ്റെ കണക്കുകൾ അവൾ രഞ്ജിത്തിനോട് എന്നും പറയുമായിരുന്നു. ബാത്റൂമിൽ വെച്ചോ രാത്രി പാത്രം കഴുകുന്നതിനിടയിലോ ആരും കാണാതെ അവൾ കരയുമായിരുന്നു. എന്തിനാണ് എൻ്റെ ദൈവമേ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്കൊരു കുടുംബം തന്നില്ലേ, അത് മാത്രം മതി, അവൾ സ്വയം ആശ്വസിച്ചു. നിലം തുടയ്ക്കുകയായിരുന്ന അവളെ അച്ഛൻ രാജൻ വഴക്കു പറയുന്നത് കേട്ടുകൊണ്ടാണ് 2 വർഷങ്ങൾക്ക് ശേഷമുള്ള രഞ്ജിത്തിൻ്റെ തിരിച്ചുവരവ്. അവൻ ടാക്സിയിൽ വന്നിറങ്ങുന്നത് ആരും അറിഞ്ഞിരുന്നില്ല. ഒന്ന് വേഗമാകട്ടെ പെണ്ണെ, മനുഷ്യന് ചായ കുടിക്കാൻ സമയമായി, ഇവിടെ ഇങ്ങനെ ഉരസിക്കൊണ്ടിരുന്നാൽ മതിയോ? രാജൻ്റെ ശബ്ദം മുറ്റത്തേക്ക് കേൾക്കാമായിരുന്നു. രഞ്ജിത്ത് ബാഗുമായി ഉമ്മറത്തേക്ക് കയറുമ്പോൾ കണ്ടത് മുഷിഞ്ഞ സാരി ഉടുത്ത് മുടി വാരിക്കെട്ടി നിലത്ത് കുനിഞ്ഞിരുന്ന് തറ തുടയ്ക്കുന്ന കീർത്തനയാണ്. അവൾ കൈ സാരിത്തലപ്പിൽ തുടച്ച് തൻ്റെ അടുത്ത് ഓടി വരുമ്പോഴും ആ കണ്ണിൽ ഭയവും അതിശയവും കണ്ണുനീരും ഒരുമിച്ച് നിറഞ്ഞു നിന്നിരുന്നു. അവളെ കണ്ടതും രഞ്ജിത്ത് തരിച്ചു നിന്നുപോയി. അവൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന കീർത്തന ആയിരുന്നില്ല അത്. കല്യാണനാളിലെ ആ തിളക്കമില്ല. കവിളുകൾ ഒട്ടി, കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. സാരി പലയിടത്തും നിറം മങ്ങിയിട്ടുണ്ട്. കൈകളിൽ പണിയെടുത്ത് തഴമ്പിച്ച പാടുകൾ. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടക്കുമ്പോഴും നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുവാൻ അവൻ മടി കാണിച്ചു. അവളുടെ ഈ കോലവും കണ്ണുനീരും നേരിട്ട് കണ്ടിട്ടും തൻ്റെ ആ ചോദ്യം ചിലപ്പോൾ അവൾക്കൊരു പരിഹാസമായി തോന്നിയെങ്കിലോ. അവൻ കൊണ്ടുവന്ന ബാഗ് നിലത്തു വെച്ച് വാതിലടച്ചു. മുറിയിൽ നിശബ്ദത തളം കെട്ടി. താൻ മനസ്സിൽ പറഞ്ഞത് തൻ്റെ മുഖത്ത് നിന്ന് അവൾ വായിച്ചിരിക്കാം. തൻ്റെ കണ്ണുകൾ അവളുടെ നെഞ്ചിലെ വേദനകളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോഴും അവളിൽ ഒരു പുഞ്ചിരി വരുത്താൻ പാടുപെട്ടു. ഏട്ടൻ പെട്ടെന്നൊരു സർപ്രൈസ് ആയല്ലോ, ഞാൻ ചായ എടുക്കാം. അവൾ തിരിയാൻ ശ്രമിച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. വേണ്ട. അവൻ അവളുടെ മുടിയഴകിൽ തലോടി. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, ഏട്ടൻ്റെ ഈ സ്നേഹം മാത്രം മതി എനിക്ക്.
ഈ ഭൂമിയിൽ ജീവിക്കാൻ മറ്റൊന്നും എനിക്ക് വേണ്ട. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും വന്ന കണ്ണുനീരിന് വല്ലാത്തൊരു ചൂടായിരുന്നു. എവിടെയോ എന്തോ ചുട്ടുനീർന്നു. അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് വിഷമായോ? അവൻ പതിയെ ചോദിച്ചു. ഇല്ല ഏട്ടാ, എൻ്റെ കൂടെ എൻ്റെ ഏട്ടനില്ലേ? അതൊക്കെ അച്ഛൻ സ്നേഹം കൊണ്ടല്ലേ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നിട്ടും ഈ വീട്ടിൽ അവൾ ഒറ്റയ്ക്കാണെന്ന് അവളുടെ വാക്കുകളിൽ വിറയിൽ നിന്ന് രഞ്ജിത്തിന് മനസ്സിലായി. ദിവസവും ഫോൺ ചെയ്യുമ്പോൾ പോലും അവൾ ഇവിടുത്തെ ഒരു കാര്യവും തന്നോട് പറയാറില്ല. തന്നിൽ നിന്നെല്ലാം അവൾ മറച്ചു വെച്ചതാണെന്ന് അവളുടെ കണ്ണുനീരിൽ നിന്ന് അവന് വ്യക്തമായിരുന്നു. അല്ലെങ്കിലും ആ പാവം എന്നാണ് അവളുടെ വിഷമം പറഞ്ഞിട്ടുള്ളത്? ആ പാവത്തിനൊടുക്കാൻ നല്ല ഒരു സാരി പോലും ഇല്ല. നരച്ച് നിറം മങ്ങിയ ബ്ലൗസിന്റെ കളർ ഏതാണെന്ന് പോലും തനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് തനിക്ക് അവളോട് ഒരു ചെറിയ ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്തത്? ഇവൾ എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അച്ഛനമ്മയ്ക്കും എന്നെപ്പോലെയല്ല ഇവളും. തൻ്റെ സ്നേഹം അവർ മുതലെടുക്കുകയാണ്. അതിന് ഈ പാവത്തിൻ്റെ കണ്ണുനീരിൽ കുളിച്ചുകൊണ്ടാകുമ്പോൾ നെഞ്ചു നീറുകയാണ്. ഞാൻ അയക്കുന്ന പണം മുഴുവൻ അച്ഛനും അമ്മയും പെങ്ങളും കൂടി എന്താണപ്പോൾ ചെയ്യുന്നത്? വീടിനുള്ള കടമെല്ലാം വീടേണ്ട സമയമായല്ലോ. ഇവളെ ഈ നരകത്തിൽ ഇട്ടുകൊണ്ടാണല്ലോ ഞാൻ അവിടെ കഷ്ടപ്പെട്ടിരുന്നത്. അവളുടെ മുടിയിൽ തഴുകുന്നതിനിടയിൽ രഞ്ജിത്ത് അവളുടെ പിൻകഴുത്തിലെ കറുത്ത പാട് കണ്ട് ചോദിച്ചു. എന്തു പറ്റിയതാണ് കീർത്തന ഇത്? മൗനമായി കിടന്ന അവളോട് രോഹിത്തിന്റെ ചോദ്യം ആവർത്തിച്ചപ്പോൾ വിങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇത് മുക്കുമാല ഇട്ടതിൻ്റെയാ. രഞ്ജിത്തിന്റെ നെഞ്ചിലൂടെ ഒരു തീക്കൊള്ളി പാഞ്ഞു. അവൻ അവളുടെ കഴുത്തിൽ മാല പിടിച്ചു നോക്കി. ഇത് സ്വർണമായിരുന്നില്ല. അപ്പോൾ നിന്റെ താലിമാല? അവൾ മുഖം താഴ്ത്തി. കണ്ണുനീർ അവന്റെ കയ്യിലേക്ക് ഇറ്റിറ്റു വീണു. അത് രേഖയുടെ വീടിന്റെ മേൻവാർക്കയ്ക്ക് പൈസ തികയാതെ വന്നപ്പോൾ പണയം വെച്ചു. ആര്? അവന്റെ ശബ്ദം കനത്തു. അമ്മ. എന്നോട് ചോദിക്കാതെയോ? എൻ്റെ ഭാര്യയുടെ താലിമാല പണയം വെക്കാൻ അവൾക്ക് ആരാണ് അധികാരം തന്നത്? നീ വന്നേ, ഇപ്പോൾ തന്നെ അമ്മയോട് ചോദിക്കണം. ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ ഭാര്യയ്ക്കും കൂടിയാണ്. അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റു. മനസ്സിൽ രോഷം തലയെടുപ്പോടെ പുറത്തു വന്നെങ്കിലും അത് തന്നെ പിന്തിരിപ്പിച്ചു. അവൾ അവൻ്റെ കാലിൽ വീണു. അത് വേണ്ട ഏട്ടാ. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിലാകും എന്നോടുള്ള വഴക്ക്. അമ്മ തനിച്ചല്ല, കൂട്ടിനും മകളും ഉണ്ടാകും. ഞാനിവിടെ ഒറ്റയ്ക്കാണേട്ടാ. എന്നെ കൂടുതൽ ഉപദ്രവിക്കല്ലേ. എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞേട്ടാ. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. രഞ്ജിത്ത് തളർന്ന് കട്ടിലിരുന്നു. സ്വന്തം നിസ്സഹായത അവനെ അത്രയേറെ വേദനിപ്പിച്ചു. നീ ഇങ്ങനെ എല്ലാത്തിനും പാവമായി നിന്നതുകൊണ്ടാ എല്ലാവരും നിന്റെ തലയിൽ കയറുന്നത്. രഞ്ജിത്ത് കീർത്തനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. രേഖയ്ക്ക് ഇതിൽ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവൾ അവളുടെ വീട്ടിലല്ലേ? ഏട്ടൻ വരുന്നുണ്ടെന്നറിഞ്ഞ് ഇന്നലെയാണ് ഇവിടെ നിന്ന് പോയത്. അവൾ അവളുടെ വീട്ടിലേക്ക് പോകാറേയില്ല. ഇതാണ് അവളുടെ വീട് എന്ന് എപ്പോഴും എന്നോട് പറയും. കൊള്ളാമല്ലോ അമ്മയും മകളും. അവൻ ചിന്തിച്ചതിനേക്കാളും അപ്പുറത്താണ് തൻ്റെ കുടുംബചിത്രം എന്നത് ഓർത്തപ്പോൾ അവന് സ്വയം വെറുപ്പ് തോന്നി. പുറത്തുപോയി തിരിച്ചു വന്ന അമ്മയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. വാതിൽ അടഞ്ഞുകിടക്കുന്നത് കണ്ട് അവർ ഉച്ചത്തിൽ വിളിച്ചു. ആരടി അകത്ത്? ഞാനില്ലാത്ത നേരം നോക്കി നീ വല്ലവനും പിടിച്ച് കയറ്റിയോ? ഇറങ്ങടി വെളിയിൽ. രഞ്ജിത്ത് മുറി തുറന്ന് പുറത്തിറങ്ങി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. തൻ്റെ മുഖം കണ്ടതും ചാണകത്തിൽ ചവിട്ടിയതുപോലെയുള്ള അമ്മയുടെ മുഖം ഇത്ര പെട്ടെന്ന് മാറുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയുടെ മോൻ എത്തിയോ? അയ്യോ, നീ എപ്പോഴാ വന്നേ? രാത്രിയേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ രവിയുടെ കാറ് ഏൽപ്പിക്കാൻ പോയതാ. ക്ഷീണമുണ്ടോ മോനെ? ആ സ്നേഹപ്രകടനം കണ്ട് അവൻ ഓക്കാനം വന്നു. അങ്ങേരെവിടെ പോയി? ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടിയിൽ പരിഹാസം മാത്രമായിരുന്നു അമ്മയുടെ വായിൽ നിന്ന് വീണത്. നിന്റെ അച്ഛൻ. ഒന്നിനും കൊള്ളാത്ത അങ്ങേര് ഇതെവിടെ പോയി? ഞാൻ കണ്ടു. ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. കീർത്തനയെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ട് മിനി കീർത്തനയെ രൂക്ഷമായി നോക്കി. എന്നിട്ടാണോ അങ്ങേര് തെണ്ടാൻ പോയത്? ഇങ്ങ് വരട്ടെ, നല്ലത് ഞാൻ കൊടുക്കുന്നുണ്ട്. രേഖയുടെ പുരപണി നടക്ക. വെറുതെ ഇരിക്കണ സമയം അവിടെ പോയി ഒന്ന് നോക്കാൻ പറഞ്ഞാൽ അതിനൊന്നും നിന്റെ അച്ഛന് സമയമില്ല. 24 മണിക്കൂറും ആ സലാമിൻ്റെ ചായപ്പീടികയിൽ പോയി വാചകം അടിക്കാൻ സമയമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ രേഖയും എത്തി. ഏട്ടനെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചു. ഏട്ടൻ വന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പരിഭവം പറഞ്ഞു. പക്ഷേ മുറിയുടെ ഒരു മൂലയിൽ നിശബ്ദമായി നിൽക്കുന്ന കീർത്തനയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. രഞ്ജിത്തിന് ആ വീട്ടിൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൻ ബൈക്കെടുത്ത് പുറത്തിറങ്ങി നേരെ സലാമിൻ്റെ ചായക്കടയിലേക്ക് പോയി. അച്ഛൻ അവിടെ ഉണ്ടാകുമെന്ന് അവനറിയാം. ചായക്കടയുടെ പുറകിലെ ബെഞ്ചിൽ പുഴയിലേക്ക് നോക്കി ബീഡി വലിച്ചിരിക്കുകയായിരുന്നു രാജൻ. അവൻ അരികിൽ ചെന്നിരുന്നു. അച്ഛാ. രാജൻ ഞെട്ടിത്തിരിഞ്ഞു. മോനെ, നീ എപ്പോൾ വന്നു? കുറച്ചു നേരമായി. അച്ഛനൊന്നും അറിയാത്ത പോലെ.
രാജൻ തല കുനിച്ചു. പുക ആഞ്ഞു വലിച്ചു പുറത്തേക്ക് വിട്ടു. എല്ലാം അറിയാം മോനെ. എന്നിട്ട്? രഞ്ജിത്തിന്റെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. നിങ്ങളുടെ കൺമുന്നിൽ നിന്നല്ലേ അവർ ആ പാവത്തിനെ ഇങ്ങനെ നിങ്ങളും കൂടെ വഴക്കു പറഞ്ഞല്ലോ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാജൻ അവന്റെ കൈകളിൽ പിടിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോനെ, എല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചിരിക്കുകയാണ് ഞാൻ. ആ പാവം കൊച്ചു സഹിക്കുന്നത് കാണാൻ വയ്യ. പക്ഷേ അമ്മയെ നിനക്കറിയില്ല. ഞാൻ ഒന്നും മിണ്ടിയാൽ പിന്നെ ഈ വീടും പറമ്പും അവൾ തീ വയ്ക്കും. അവളും മകളും കൂടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എനിക്കറിയാം. നിന്നോടെല്ലാം തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ കൊച്ചു സമ്മതിച്ചില്ല. ഏട്ടൻ വിഷമിക്കും അച്ഛാ. അച്ഛൻ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് എന്നെ തടയും. രഞ്ജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം അച്ഛന്റെ നിസ്സഹായത അവനെ തളർത്തിക്കളഞ്ഞു. രാത്രി അത്താഴം കഴിക്കാൻ എല്ലാവരും ഒന്നിച്ചിരുന്നു. കീർത്തന വിളമ്പിക്കൊടുക്കുമ്പോൾ രഞ്ജിത്ത് കൊണ്ടുവന്ന പെട്ടികൾ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. മോനെ, ആ പെട്ടികൾ തുറന്നേ. രേഖയ്ക്ക് എന്തൊക്കെയാ നീ കൊണ്ടുവന്നതെന്ന് കാണട്ടെ, മിനി പറഞ്ഞു. രഞ്ജിത്ത് മടിച്ച് പെട്ടി തുറന്നു. മിനി അതിൽ നിന്ന് വില കൂടിയ പെർഫ്യൂമുകളും ചോക്ലേറ്റുകളും എടുത്തു. ഇതൊക്കെ രേഖയ്ക്ക്, അവൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡാ. അമ്മേ, അത് കീർത്തനയ്ക്ക് വേണ്ടി ഞാൻ... രഞ്ജിത്ത് പറഞ്ഞു തുടങ്ങി. അവൾക്ക് ഈ മണമൊന്നും പിടിക്കില്ല. അവൾക്ക് ചന്ദനത്തിരിയുടെയും വിയർപ്പിൻ്റെയും മണമാണ് ഇഷ്ടം, അല്ലടി? മിനി കീർത്തനയെ നോക്കി അട്ടഹസിച്ചു. രേഖയും കീർത്തനയെ നോക്കി കളിയാക്കി ചിരിച്ചു. കീർത്തന ഒന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നിലത്തേക്ക് വീണു. അത് കണ്ടതും രഞ്ജിത്ത് ദേഷ്യത്തിൽ നിന്ന് എഴുന്നേറ്റു. എനിക്ക് വേണ്ട ഈ ആഹാരം. അവൻ കൈ കഴുകി മുറിയിലേക്ക് പോയി. കണ്ടോ, അവൻ വന്നപ്പോൾ തന്നെ അവനെ അവൾ മാറ്റി തുടങ്ങി. ഇവൾ ഇവിടെ കയറി വന്നതിൽ പിന്നെ ഈ വീടിൻ്റെ സമാധാനം പോയി. മിനി പിറുപിറുത്തു. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി വൈകിയാണ് കീർത്തന മുറിയിലെത്തിയത്. അതുവരെ അവൻ അവൾക്കായി കാത്തിരുന്നു. കുളി കഴിഞ്ഞ് ആ പഴയ സാരി തന്നെ ഉടുക്കാൻ തുടങ്ങിയ അവളുടെ കയ്യിലേക്ക് അവൻ ബാഗിൽ നിന്ന് ഒരു പുതിയ പച്ച കളർ സാരി എടുത്തു കൊടുത്തു. നല്ല സാരിയാണല്ലോ ഏട്ടാ. നല്ല വില കൂടിയതാവും അല്ലേ? വീട്ടിലെടുത്ത് ചീത്തയാക്കണ്ട എന്ന മറുപടി അവൻ്റെ കാതിൽ കിടന്ന് മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇത് നീ എടുത്താൽ മതി, നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നത്. ആ സാരി നിർബന്ധിച്ച് അവളെ ഉടുപ്പിച്ചപ്പോൾ തൻ്റെ പെണ്ണിനെ ആദ്യരാത്രി കണ്ടതിനേക്കാളും ഭംഗിയുള്ളതുപോലെ അവന് തോന്നി. ഇരുട്ടിൻ്റെ മറവിൽ തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന അവളുടെ മൗനത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവൻ കാതിൽ മെല്ലെ ചോദിച്ചു, നിന്നെ ഇവിടെ തനിച്ചാക്കി പോയതിൽ ഈ ഏട്ടനോട് നിനക്ക് ദേഷ്യമുണ്ടോ? കീർത്തന ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അതിനെനിക്ക് ഈ ജന്മം കഴിയില്ല ഏട്ടാ. രഞ്ജിത്തിൻ്റെ നെഞ്ചിൽ മുഖം ഒന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവൾ വേദനിപ്പിക്കാതെ ഒന്ന് കടിച്ചു. എനിക്ക് എൻ്റെ ഏട്ടൻ മതി. അതിനല്ലേ ദൈവം എൻ്റെ അച്ഛനെയും അമ്മയെയും തിരിച്ചു വിളിച്ചപ്പോൾ ഏട്ടനെ എനിക്ക് തന്നത്. അത് കേട്ടതും അവൻ അവളെ ഇരു കൈയും കൊണ്ട് ചേർത്ത് പിടിച്ചു. കുറേ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ പറഞ്ഞു, ഇനി ഞാനൊരു സന്തോഷവാർത്ത പറയട്ടെ. രാവിലെ തന്നെ പറയണമെന്ന് കരുതിയതാ. സന്തോഷമുള്ള കാര്യം പറയുമ്പോൾ അത് എതിരേൽക്കാൻ നിന്റെ മനസ്സുകൂടി സന്തോഷമായിരിക്കണ്ടേ. ഞാൻ തിരിച്ചു പോകുമ്പോൾ നീയും കാണും എൻ്റെ കൂടെ. ജോലി മാറ്റമായി പുതിയ കമ്പനിയിൽ എനിക്ക് ഫാമിലി അലവൻസ് ഉണ്ട്. വിസയുടെ പേപ്പർ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും നിന്റെ കണ്ണുനീർ ഈ ഭൂമിയിൽ വീഴാതെ നോക്കണം. അവൻ അവളുടെ സന്തോഷമുള്ള മുഖം പ്രതീക്ഷിച്ചു. അത് കേട്ടതും അവൾ എഴുന്നേറ്റ് കട്ടിലിൽ കുത്തിയിരുന്നു. ജനലിലൂടെ കടന്നു വന്ന ചെറിയ നിലാവിൻ്റെ വെട്ടത്തിൽ അവളുടെ മുഖം അവൻ കണ്ടു. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ കരയുകയാണോ കീർത്തന? നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? ഈ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടേണ്ടേ? ഒരുപാട് സന്തോഷമായി ഏട്ടാ. സന്തോഷം കൊണ്ടാ കണ്ണു നിറഞ്ഞത്. എന്നിരുന്നാലും ഞാൻ വരുന്നില്ല ഏട്ടാ. നിനക്കെന്താ വട്ടുണ്ടോ കീർത്തന? ഇത്രയും നാൾ ഇവിടെ അനുഭവിച്ചൊന്നും പോരാണ്ട? അവൻ ഞെട്ടലോടെ ചോദിച്ചു. ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ തുടർന്നു. അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയൂ. അനാഥാലയത്തിലെ ജനലിലൂടെ ഞാൻ എന്നും ഒരു കുടുംബത്തെ നോക്കി കരയുമായിരുന്നു. എനിക്കിന്നൊരു അമ്മയുണ്ട്, ഒരു അച്ഛനുണ്ട്, ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഭർത്താവുണ്ട്. എത്ര വഴക്ക് പറഞ്ഞാലും അമ്മ അമ്മ തന്നെയാ. ഏട്ടൻ്റെ അമ്മ എന്നാൽ എൻ്റെയും അമ്മയല്ലേ. ഏട്ടൻ്റെ അച്ഛൻ എൻ്റെയും അച്ഛനാണ്. അവരെ തനിച്ചാക്കി ഞാൻ എങ്ങനെയാണ് വരാ? അവരുടെ കാലം കഴിയുന്നതുവരെയെങ്കിലും ആ സ്നേഹം, ആ ശകാരമെങ്കിലും ഞാനൊന്ന് അനുഭവിച്ചോട്ടെ. ഇതിൽ കൂടുതൽ ഒരു അനാഥ പെണ്ണിന് എന്താണ് ആഗ്രഹിക്കാനുള്ളത്? എന്നെ അതിൽ നിന്ന് പറിച്ചു മാറ്റില്ലേ ഏട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ വീണു. രഞ്ജിത്ത് സ്തംഭനായിരുന്നു. ഇത് മണ്ടത്തരമല്ല, വിധേയത്വമല്ല, അനാഥത്തിൻ്റെ ആഴത്തിൽ നിന്ന് മുളച്ചു വന്ന വേരുകളാണിവ.
ഒരു കുടുംബം എന്ന ആശയത്തോടുള്ള അവൾക്കുള്ള അടങ്ങാത്ത ആഗ്രഹമാണിത്. ഇപ്പോൾ അവൾക്ക് വേരുകളുണ്ട്. അത് അഴുകിയതാണെങ്കിൽ പോലും വേരുകളില്ലാത്തതിനേക്കാൾ ഭേദമാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. എനിക്കറിയാമായിരുന്നു ജീവിതത്തിൽ മറ്റൊരു സ്ത്രീക്കും ഇവൾക്ക് പകരമാകാൻ കഴിയില്ലെന്ന സത്യം. ഇവളെപ്പോലെ ഇവൾ മാത്രമേ ഉണ്ടാവൂ. കീർത്തന, അടുത്ത ജന്മത്തിലും നീ എൻ്റെ പെണ്ണായി തന്നെ ജനിക്കണം. അത് പിന്നെ പറയണോ ഏട്ടാ? അടുത്ത ജന്മം മാത്രമല്ല, ഇനിയുള്ള ജന്മം മുഴുവനും ഞാൻ ഏട്ടൻ്റെ പെണ്ണ് തന്നെയാ. അവൾ അവനെ മുറുകെ പുണർന്നു. ആ പുതിയ തീരുമാനം അവൻ്റെ മനസ്സിൽ ഉറച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ചായ കുടിക്കുന്നതിനിടയിൽ രഞ്ജിത്ത് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് 10 ദിവസമേ ലീവുള്ളൂ. അത്യാവശ്യമായി തിരിച്ചു പോകണം. മിനിയുടെ മുഖം തെളിഞ്ഞു. ഹൗ, അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് പോവില്ലേ നീ? അയക്കുന്ന പൈസയില്ലെങ്കിൽ ഈ കുടുംബം എങ്ങനെയാ കഴിയുക? രേഖയുടെ വീട് പണി തീർന്നിട്ടുമില്ല. രഞ്ജിത്ത് ഒന്നും മിണ്ടിയില്ല. ആ 10 ദിവസവും അവൻ കീർത്തനയുടെ നിഴലായി കൂടെ നടന്നു. അവളെ അടുക്കളയിൽ തനിച്ചാക്കിയേയില്ല. ഒരു ജോലിയും ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. രേഖയെ വീട്ടിലേക്ക് വിളിച്ച് അവൾ പണയം വെച്ച താലിമാല തിരിച്ചെടുപ്പിച്ചു. മാല എടുക്കാനുള്ള പണം കൊടുത്തത് രഞ്ജിത്തായിരുന്നു. മിനിയോട് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. പക്ഷേ ആ വീട്ടിലെ അന്തരീക്ഷം വല്ലാതെ മുറുകിയിരുന്നു. അമ്മയും മകളും അവനോട് അധികം സംസാരിച്ചില്ല. 10ാം ദിവസം രാവിലെ യാത്ര പറയാനായി എല്ലാവരും ഹാളിൽ നിന്നു. ടാക്സി വരാൻ സമയമായിരുന്നു. മിനിയുടെ മുഖത്ത് വിഷാദം കലർന്ന ഒരു സന്തോഷമുണ്ടായിരുന്നു. രഞ്ജിത്ത് ബാഗുകളുമായി ഹാളിലേക്ക് വന്നു. എന്നിട്ട് അത് തിരികെ തൻ്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു. നീ ഇതെന്താ മോനെ ചെയ്യുന്നേ? ടാക്സി വരാറായി, മിനി അക്ഷയമയോടെ ചോദിച്ചു. രഞ്ജിത്ത് തിരികെ ഹാളിലേക്ക് വന്നു. കീർത്തനയുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി. ഞാൻ തിരിച്ചു പോകുന്നില്ല അമ്മേ. എന്ത്? മിനിയും രേഖയും ഒരുമിച്ച് ഞെട്ടി. അല്ല, ജോലി മാറ്റമല്ല, ഞാൻ ജോലി രാജിവെച്ചു. നാട്ടിൽ എന്തെങ്കിലും ഒരു ജോലി നോക്കി ഇനി ഇവളോടൊപ്പം ഇവിടെ കൂടാനാണ് എൻ്റെ തീരുമാനം. മിനിയുടെ മുഖം വിളറി വെളുത്തു. മോനെ, നീ എന്താ ഈ പറയുന്നത്? അപ്പോൾ പൈസ? രേഖയുടെ വീട്, അവളുടെ വീട് നോക്കാൻ അവളുടെ ഭർത്താവുണ്ട്. ഇനി മുതൽ ഈ വീട്ടിലെ ചെലവ് ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ എൻ്റെ ഭാര്യ ഇവിടെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. അവൾക്കും എനിക്കും ഒരേ സ്ഥാനമായിരിക്കും ഈ വീട്ടിൽ. മിനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പ്രധാന വരുമാനം നിലച്ചു. അതിലുപരി ഇനി ഈ വീട്ടിൽ തൻ്റെ അധികാരം നടക്കില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. രാജൻ മാത്രം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. തിരികെ വന്നപ്പോൾ ആ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു ചിരിയുണ്ടായിരുന്നു. കീർത്തന രഞ്ജിത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ്റെ മുഖത്തേക്ക് ആരാധനയോടെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അധികാരത്തിൻ്റെ സമനില മാറിയിരിക്കുന്നു. അവളെ പറിച്ചു മാറ്റാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് തണലാകാൻ, അവളുടെ വേരുകൾക്ക് വളമാകാൻ അവൻ സ്വയം അങ്ങോട്ട് പറിച്ചു നടുകയായിരുന്നു. ആ വീട് ഇപ്പോൾ ശാന്തമാണ്. രഞ്ജിത്ത് ടൗണിലെ ഒരു ബാങ്കിൽ ജോലിക്ക് പോകുന്നു. മിനിയുടെ ഒച്ച ഇപ്പോൾ അടുക്കളയിൽ അധികം ഉയരാറില്ല. രേഖയുടെ വരവും കുറഞ്ഞു. രാജൻ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ സലീമിൻ്റെ ചായക്കടയ്ക്ക് പകരം സ്വന്തം വീട്ടുമുറ്റത്തിരുന്ന് കീർത്തന കൊടുക്കുന്ന ചായ കുടിക്കുന്നു. സന്ധ്യയ്ക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് വെള്ളമൊഴിച്ചു നിൽക്കുകയായിരുന്ന കീർത്തനയെ രോഹിത് പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചു. അവളുടെ വയർ ചെറുതായി മുന്നോട്ട് വന്നിരുന്നു. അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, ഏട്ടാ, നമ്മുടെ കുഞ്ഞിന് ഞാനൊരു പേര് കണ്ടുപിടിച്ചു. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. രഞ്ജിത്ത് ആകാംക്ഷയോടെ ചോദിച്ചു, എന്താ പേര്? പ്രതീക്ഷ. അവൾ ചിരിച്ചു. അവളുടെ കണ്ണുനീരിനിപ്പോൾ ചൂടില്ലായിരുന്നു, മറിച്ച് തണുപ്പുള്ള ഒരു സന്തോഷം അതിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ അവളുടെ വേരുകൾ ഈ മണ്ണിൽ ആഴത്തിൽ പടർന്നിരിക്കുന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എന്നെ അറിയിക്കുമല്ലോ. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ്.